നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഒരു കുഞ്ഞൻ അടിപൊളിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. എലിവേഷൻ നല്ല മനോഹരമായിട്ടുള്ള കേബിൾ റൂഫും കാര്യങ്ങളൊക്കെ വന്നിട്ട് ടെക്സ്ചർ ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു എലിവേഷനാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് കാണുന്ന പോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കളർ തീമും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ കളേഴ്സും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് വരുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപം പൊറ്റയിൽ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് മെയിനായിട്ട് വരുന്നത്. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത് നല്ല മനോഹരമായി തീർത്തിട്ടുള്ള ഈ ഒരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. ഇപ്പം നമുക്ക് കറക്റ്റ് സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീടിൻ്റെ പണിയെല്ലാം നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് എലിവേഷൻ തന്നെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള 4 സെൻറ്റിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ നമുക്ക് ഇതുപോലത്തെ വീടുകൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെയാണ് വീടിൻ്റെ മനോഹരമായ ഒരു വലിയൊരു എൻട്രൻസ് നമുക്ക് വന്നിട്ടുണ്ട്. സുഖമായിട്ട് ഒരു കാറൊക്കെ അടിപൊളിയായിട്ട് കോമ്പൗണ്ടിനകത്ത് കടക്കാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊന്നും ഈ ഫ്രണ്ടേജിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്ക് ഈ വീടിന് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ടേജ് വരുന്നത്. ഒരു കാറൊക്കെ നമുക്ക് സുഖമായിട്ട് പാർക്കാനുള്ള സ്പേസും നമുക്കിവിടെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു ഏരിയ കവറപ്പ് ചെയ്തിട്ടുള്ളത്. ഈ സൈഡിൽ കൂടെയാണ് നമുക്ക് മുകളിലോട്ട് നമ്മൾ ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ വരുന്ന ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. തൊട്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ചെറിയൊരു ഗാർഡനും പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ നല്ല മനോഹരമായൊരു സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് വന്നിട്ടുള്ളത്. 9x6 നമുക്ക് ഈ സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ടേജിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ മുഴുവനായിട്ട് നമുക്ക് പ്ലാവിൻ തടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല മനോഹരമായ ഒരു ഡിസൈനും കാര്യങ്ങളും യൂണീക്കായിട്ടുള്ള ഒരു നല്ല എലഗൻറ്റ് ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു പ്ലാവിൻ തടിയിൽ പണിതിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് കടക്കാം. മെയിൻ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ ഉൾപ്പെടെ വരുന്ന ഒരു സ്പേസാണ് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തേക്കുന്നത്. ഒരു കോർണറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല മനോഹരമായൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡയമെൻഷൻ വരുന്നത് 16x11 നമുക്ക് ഡയമെൻഷൻ എല്ലാം വന്നേക്കുന്നത്. വലിയ സൈസിലുള്ള ടൈലും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തേക്കുന്നത്. നല്ല മനോഹരമായ ക്വാളിറ്റിയുള്ള നമുക്ക് ടൈൽസും കാര്യങ്ങളും തന്നെയാണ് താഴെ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. കജീറയുടെ നല്ല ക്വാളിറ്റിയുള്ള ടൈൽസാണ് പ്രീമിയം രീതിയിലുള്ള ടൈൽസിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. TV യൂണിറ്റ് ഏരിയയൊക്കെ നമ്മൾ അട്രാക്റ്റീവായിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലിക്വിഡ് മോളി വാൾപേപ്പറും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ബാക്കിൽ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് ബോർഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് L ഷേപ്പിൽ കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന TV യൂണിറ്റ് ഏരിയയാണ് നമുക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം നമുക്ക് വലിയൊരു TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയയിൽ നമുക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഈ ഒരു രീതിയിലുള്ള മോഡലിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തേക്കുന്നത്. വുഡൻ പാറ്റേൺ വരുന്ന ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് ഫുൾ ബോർഡ് വർക്കാണ് കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡിങ് നമുക്ക് ഡൈനിങ് ഏരിയ വരെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് വുഡൻ പാറ്റേൺ എന്ന ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. അതും സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. വി ഗാർഡിൻ്റെ നല്ല വയറിങ് കാര്യങ്ങൾ തന്നെയാണ് വീടിന് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ലൊരു കോർണറിൽ അടിപൊളിയായിട്ട്
ഒരു ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടം നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാഷ് ബേസിൻ കൗണ്ടർ തന്നെയാണ്. സ്മാർട്ട് മിററും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള മനോഹരമായ രീതിയിലുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ. തൊട്ട് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ സൈഡിലൊക്കെ നമുക്ക് ഈ ഇൻഡോർ ഡെക്കോർ പ്ലാന്റ്സും കാര്യങ്ങളും വയ്ക്കാൻ പറ്റുന്ന ബോക്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് സ്പോട്ട് ലൈറ്റൊക്കെ വെച്ച് നല്ല മനോഹരമായി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചൺ എല്ലാം നല്ല മനോഹരമായ രീതിയിലുള്ള കിച്ചൺ. അതുപോലെ തന്നെ കളർ തീം ഉൾപ്പെടെ നമുക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. മുകളിലും അതുപോലെ തന്നെ നമുക്ക് താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മോഡുലാർ രീതിയിലുള്ള വർക്കും കാര്യങ്ങളും തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഫ്ലോറിംഗ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ വരുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സിങ്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീടിൻ്റെ ഫ്ലോർ പ്ലാനും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന 3 നമുക്ക് ഈ വീടിൻ്റെ റൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ പോകുന്നതാണ് നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് വരുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചെയ്തേക്കുന്നത്. റൂം സൈസ് നമുക്ക് 10x12 ഡയമെൻഷൻ നമുക്ക് വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് ഓൾറെഡി ഇൻബിൽഡായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചുവരിലെല്ലാം തന്നെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെയാണ് നമുക്ക് ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അതിനുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ അടുത്ത ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. അത്യാവശ്യം ഇവിടെ നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 12x11 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു റൂം തന്നെയാണ്. ഫ്ലോറിംഗ് എല്ലാം കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും യൂസ് ചെയ്തിട്ടുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. തൊട്ട് കിച്ചൻ്റെ സൈഡിലായിട്ട് കിടക്കുന്നതാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് വരുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വാൾറൂംസ് നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x13 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു ഫ്ലോറിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫിറ്റിങ്സ് എല്ലാം നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് യൂസ് ആക്കി ചെയ്തേക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് 3 ബെഡ്റൂമും അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് നമുക്ക് വരുന്നുണ്ട്. 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ലൊക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രം ജില്ലയിൽ നമുക്ക് തച്ചോട്ടാവിന് സമീപം പൊറ്റേൽ എന്നുള്ള സ്ഥലത്താണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വെറും 48 ലക്ഷമാണ്. 48 lakhs ആണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷനും കാര്യങ്ങളും വൈസ് അറിയാനായിട്ടോ നമ്മളെ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.